ഇന്നലെ ഒരു ഞായറാഴ്ച അധികം വാർത്തകളില്ലാത്തൊരു ദിവസമാണ്. സ്വാഭാവികമായും വാരാന്ത്യമാണ്. വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഛത്തീസ്ഗഡിൽ നിന്ന് നടുക്കുന്ന ഒരു വാർത്ത എത്തുന്നത്. സുക്മ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരരുടെ ആക്രമണം, അതിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു വരിച്ച ഒരു വാർത്ത. അതേ തുടർന്ന് അവിടെ സംയുക്ത സേനാ പരിശോധന ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചു. ഇത് ഇന്നും തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുക്മയിൽ നടത്തിയ കുഴിബോംബ് സ്ഫോടനത്തിൽ മലയാളി ഉൾപ്പെടെയുള്ള ജവാന്മാരാണ് വീരമൃത്യു വരിച്ചിരുന്നതും. എന്തായാലും തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആറാണ് വീരമൃത്യു വരിച്ചവരിലുള്ള മലയാളി ജവാൻ. കാൺപൂർ സ്വദേശി ശൈലേന്ദ്രയാണ് മറ്റൊരാൾ. ഈ ഒരു വാർത്ത നമ്മൾ ഏറെ ദുഃഖത്തോടെയും ഞെട്ടലോടുകൂടിയും ശ്രവിച്ചിരുന്നു ഇന്നലെ. എന്തായാലും ഇന്ന് വിഷ്ണുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ജിഷ്ണുവിലേക്ക് എത്താം. ജിഷ്ണു, അവിടെ തെരച്ചിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ മാവോയിസ്റ്റ് ഭീകരർ അവിടെ ഉണ്ട് എന്നുള്ളൊരു നിഗമനമാണോ ഇപ്പോഴുമുള്ളത്? സുക്മ മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് അവിടെ ഒരു സംയുക്ത പരിശോധന ഈ മാവോയിസ്റ്റ് ഭീകരർക്കായി നടത്തുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് 2 ധീര ജവാന്മാരെ നഷ്ടമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ബാധിത മേഖലയായ സുക്മയിൽ ജാഗർകുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് മാവോയിസ്റ്റ് ഭീകരർ കുഴിബോംബ് സ്ഫോടനം നടത്തിയത്. ഈ കുഴിബോംബ് സ്ഫോടനത്തിൽ മലയാളിയായിട്ടുള്ള തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ, ഒപ്പം കാൺപൂർ സ്വദേശി ശൈലേന്ദ്ര എന്നീ 2 CRPF ജവാന്മാരാണ്. കോബ്ര വിഭാഗത്തിലെ 201 ബറ്റാലിയനിലെ 2 CRPF ഉദ്യോഗസ്ഥർക്കാണ് ഇന്നലെ നടന്നിട്ടുള്ള ഈ സംഭവത്തിൽ, ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. തീർച്ചയായും ഭീകരർക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകും എന്നുള്ളത് ഇന്നലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് CRPFും സൈന്യവും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിലെ പ്രത്യേക വിഭാഗവും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പരിശോധന ഇപ്പോൾ സുക്മ മേഖലയിൽ നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് നാരായൺപൂർ മേഖലയിൽ സൈന്യം നടത്തിയിട്ടുള്ള ഭീകരവേട്ടയിൽ 8 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിരുന്നു. അതിനൊരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ഭീകരർ കുഴിബോംബ് സ്ഫോടനം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. തെക്കൽഗുഡയും സൈനിക ക്യാമ്പിലേക്ക് പോവുകയായിരുന്ന വാഹനവ്യൂഹം, അത് ബൈക്കും ഒപ്പം ട്രക്കുകളും മറ്റു വാഹനങ്ങളുമായിരുന്ന വാഹനവ്യൂഹം തെക്കൽഗുഡയും സൈനിക ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടെയാണ് റോഡിൽ സ്ഥാപിച്ചിരുന്ന IED പൊട്ടിത്തെറിച്ച് വിഷ്ണു ആർ ഓടിച്ചിരുന്ന ട്രക്ക് തകർന്നത്. അതിലാണ് 2 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഏതായാലും ചുവപ്പൻ ഭീകരത രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പ്രതികരിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസൃതമായൊരു ഭീകരവേട്ടയും സൈനിക നടപടികളും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് മേഖലയിൽ പുരോഗമിക്കുകയാണ്. ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് വന്നാൽ മുൻപോട്ട് ജീവിതം നയിക്കുന്നതിന് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള നടപടികൾ, അത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി ഭീകരർ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ആശയം ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നു. അതില്ലാതെ അക്രമത്തിലൂടെ മുൻപോട്ട് പോകുന്നവർക്ക് തോക്കിന് തോക്ക് എന്ന മറുപടി തന്നെയാണ് ഈ അക്രമം കാണിക്കുന്നവർക്കുള്ള മറുപടി എന്നുള്ളത്. അത് ജമ്മു കാശ്മീരിലാണെങ്കിലും ഛത്തീസ്ഗഡിൽ ചുവപ്പൻ ഭീകരതയ്ക്കെതിരെയാണെങ്കിലും മോദി സർക്കാരിന്റെ നയം അതാണ് എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെ, അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന നടപടികൾക്കെതിരെ കടുത്ത ഭാഷയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതും മോദി സർക്കാരിന്റെ നയം തന്നെയാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 ജവാന്മാർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ കടുത്ത ഭാഷയിൽ മറുപടി നൽകാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറെടുത്തിട്ടുണ്ട്. അവിടെ സംയുക്ത പരിശോധന ഇപ്പോൾ സൈന്യവും CRPFും ഛത്തീസ്ഗഡ് പോലീസിന്റെ പ്രത്യേക വിഭാഗവും സുക്മ മേഖലയിൽ സംയുക്തമായി പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായുടൻ ഈ വീരമൃത്യു വരിച്ചവരുടെ മൃതദേഹങ്ങൾ അടുത്ത സൈനിക ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് അവരുടെ ജന്മദേശങ്ങളിലേക്ക് മൃതദേഹം എത്തിക്കും. ഒപ്പം കുറച്ച് സൈനികർക്ക് പരിക്കേറ്റിരുന്നു. പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിൻ പരിശോധിക്കുമ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അവർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് തന്നെയാണ്. ജിഷ്ണു, അവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നത്. ശാലിനി കൂടി ചേരുകയാണ്. ജിഷ്ണുവും ശാലിനിയും, നമുക്ക് ഈ വ്യക്തിപരമായി ജനം കുടുംബത്തിന് ഒരു കണക്ഷൻ ഉള്ളത് ഈ വീരമൃത്യു വരിച്ച ധീര ജവാൻ
വിഷ്ണു. അദ്ദേഹം നമ്മുടെ ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജിൻ്റെ അടുത്ത സുഹൃത്തും ബന്ധുവും കൂടിയാണ്. ഈ യുവാവിനെ കുറിച്ച് നാട്ടുകാർക്കും പറയാനുള്ളത് ധീരനായ ഒരു യുവാവ്, തികഞ്ഞ രാജ്യസ്നേഹി എന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇന്ന് നാട്ടിലെത്തിക്കുന്നുണ്ട്. ശാലിനി, നമ്മൾ ഇന്നലെ രാത്രി രശ്മി കാർത്തിക അവിടെ പോയി നിന്ന വീടൊക്കെ കണ്ടിരുന്നു, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് വിഷ്ണുവിൻ്റെ വേർപാട് അത് ഞെട്ടൽ ഉളവാക്കുന്നു എന്നാണ്. അടുത്തിടെയാണ് നാട്ടിലേക്ക് വന്നിട്ട് മടങ്ങിയത്. അത് തന്നെയാണ്. കാരണം നാടിൻ്റെ ഒരു വിയോഗമായിട്ട് തന്നെയാണ് പാലോട് നിവാസികൾ ഈ ഒരു വിയോഗത്തെ കാണുകയും ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ കാര്യത്തിലും നാടിനൊപ്പം നിൽക്കുന്ന, രാജ്യസ്നേഹം ഉള്ളിൽ കൊണ്ടുപോകുന്ന, ഊണിലും ഉറക്കത്തിലും ഒക്കെ തന്നെ രാജ്യമാണ് ഏറ്റവും വലുത് എന്നുള്ള അഭിമാനത്തോടെ നടക്കുന്ന ഒരു യുവാവ് കൂടിയായിരുന്നു വിഷ്ണു എന്നുള്ളതാണ് പാലോട് ഓരോ ആളുകളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അവിടെ എത്തി അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ ആരാഞ്ഞപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഛത്തീസ്ഗഡിലെ ഈ ഒരു ദാരുണമായ സംഭവം, ഈ ഒരു മാവോയിസ്റ്റ് ആക്രമണം, അതിനുശേഷം നടന്ന കുഴിബോംബ് സ്ഫോടനത്തിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ധീരപുത്രൻ കൂടിയാണ് ഇല്ലാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഇല്ലായ്മ വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ നാട് ഇപ്പോഴും തയ്യാറായിട്ടില്ല, കുടുംബാംഗങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നലെ ഈ ഒരു സംഭവം ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി സംഭവിച്ചുവെങ്കിലും ബന്ധുക്കളൊക്കെ അടുത്തറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. എങ്കിലും ഇപ്പോഴും അമ്മ ഈ ഒരു വിയോഗ വാർത്ത ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഔദ്യോഗികമായി ഭൗതികദേഹം എപ്പോൾ നാട്ടിലെത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അന്തിമ തീരുമാനം നിലവിൽ കുടുംബത്തിന് ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും ചില സൂചനകൾ ഇന്ന് രാത്രിയോടുകൂടി 11:30 തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും എന്നുള്ളതാണ്. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 1.5 മാസത്തിന് മുൻപാണ് അദ്ദേഹം നാട്ടിലെത്തി തിരികെ മടങ്ങിയത്. പുതിയ ഒരു വീട് വെച്ചു. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ്, ഒപ്പം തന്നെ ഇളയ മകന്റെ എഴുത്തിനിരുത്തൽ ചടങ്ങ്, ഇത് രണ്ടും പൂർത്തീകരിച്ചതിന് ശേഷമാണ് 1.5 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരികെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തത്. അവിടെ CRPFലെ കോബ്ര യൂണിറ്റിലെ ജവാനായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ക്യാമ്പിൽ നിന്നും മറ്റൊരു ക്യാമ്പിലേക്ക് പോകും വഴിയാണ് ഇവർ 2 പേരും സഞ്ചരിച്ചിരുന്ന ട്രക്ക് കുഴിബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയും ഈ ഒരു ദാരുണമായ സംഭവം അവിടെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ മാവോയിസ്റ്റുകൾക്കും ഭീകരർക്കുമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ ഛത്തീസ്ഗഡിലെ നടക്കുകയാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു ദാരുണ സംഭവമായി തന്നെയാണ് തലസ്ഥാനം ഈ ഒരു വാർത്തയെ ഇപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നിലവിൽ നിശ്ചയിച്ച പ്രകാരം, അല്ലെങ്കിൽ ഔദ്യോഗികമായി ലഭ്യമായിട്ടുള്ള സൂചനകൾ പ്രകാരം രാത്രിയോടുകൂടി എത്തുകയാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്കായിരിക്കും ആ ഭൗതികദേഹം കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് സൂചനകൾ ലഭിക്കുക. നാളെ രാവിലെ വിലാപയാത്രയായിട്ടായിരിക്കും പാലോട് അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുകയും ചെയ്യുക. അവിടെ എല്ലാ രീതിയിലുള്ള ഔദ്യോഗിക ബഹുമതികളും നൽകിയായിരിക്കും രാജ്യം ധീര ജവാന് യാത്രയയപ്പ് നൽകുകയും ചെയ്യുക. പക്ഷെ ആ ഒരു വിയോഗ വാർത്ത, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും നാട് സ്വീകരിക്കുക എന്നുള്ളത്. കാരണം ഉള്ളുലയുന്ന വാർത്തയായി തന്നെയാണ് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ആ നാട് തേങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനം ടിവിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ജനം ടിവിക്ക് മാത്രമല്ല, ഓരോ ഭാരതീയർക്കുമുള്ള നഷ്ടമായി തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ഭൗതികദേഹം എത്തുമ്പോൾ എല്ലാ രീതിയിലുള്ള ഔദ്യോഗിക ബഹുമതികളും അദ്ദേഹത്തിന് ഒരു ധീര ജവാന് നൽകുകയും ചെയ്യും. പക്ഷെ കുടുംബം, അദ്ദേഹത്തിന്റെ പത്നി, 2 മക്കൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ഈ ഒരു വിയോഗത്തെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും നാളെയോടുകൂടി ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകാൻ പോവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. എല്ലാവരും തന്നെ ധീര ജവാന്മാർക്ക് പ്രണാമം അർപ്പിക്കുന്നുണ്ട്. കാരണം നടുക്കം രേഖപ്പെടുത്തുന്നുണ്ട്, ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വാർത്തയിൽ, അവരുടെ വിയോഗത്തിൽ. ഒരു പക്ഷേ ഓരോ ഭാരതീയനും ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാവും. കാരണം നമുക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ അതിർത്തി കാക്കാനായി രാവും പകലും ഇല്ലാതെ ഉറക്കമിളച്ച് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പലപ്പോഴും ഈ ജോലിയിൽ വ്യാപൃതരാവുക അല്ലെങ്കിൽ മുഴുകിയിരിക്കുന്നവരാണ്. തീർച്ചയായും അവരുടെ ഓരോരുത്തരുടെയും വിയോഗം നമുക്ക് വ്യക്തിപരമായും, ശാലിനി ചൂണ്ടിക്കാട്ടിയത് വളരെ സത്യമാണ്, ജനം കുടുംബത്തിന് മാത്രമല്ല ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടം തന്നെയാണ്. ജിഷ്ണു, ഇതിൽ നമ്മുടെ ഒരു പ്രേക്ഷക ശ്രീമതി ദീപ, ഈശ്വര ധീര ജവാന്മാർക്ക് പ്രണാമം, എല്ലാ ഭീകരരെയും കാലപുരിക്ക് അയക്കണം എന്നുള്ള ഒരു
വികാരം പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായും വൈകാരികമായി പ്രതികരിക്കുക സ്വാഭാവികമാണ് ഈ ഒരു അവസ്ഥയിൽ. എന്നാലും ഈ സംയുക്ത തെരച്ചിൽ തുടരുന്നതും ഈ ഭീകരരെ പിടികൂടാനാണ്, അവർക്ക് തക്കതായ ശിക്ഷ നൽകാനുമാണ്. തീർച്ചയായും ശക്തമായ തെരച്ചിൽ സുക്മ മേഖലയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഭീകരർക്ക് എതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നയം. അത് അനു സൂചിപ്പിച്ചതുപോലെ അവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിന്റെ വികാരം. അതിനനുസൃതമായിട്ടുള്ള നടപടികൾ എപ്പോഴും സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാറുമുണ്ട്. കാരണം രാജ്യത്ത് ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജീവന ഭീഷണിയായിക്കൊണ്ട് അക്രമം നടത്തുന്നവർക്കെതിരെ തിരിച്ചു കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ സൈന്യത്തിന്റെയും ഒപ്പം രാജ്യം ഭരിക്കുന്ന, ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന ആ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെയും നയം എന്നുള്ള കാര്യത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ, സ്ഫോടനങ്ങൾ, അത് ഈ സാധാരണക്കാർ ജീവിക്കുന്ന മേഖലകളിലും ഒപ്പം സൈനിക പോസ്റ്റുകൾക്ക് നേരെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ട് പോലീസുകാരെ വധിച്ചുകൊണ്ട് ആയുധങ്ങൾ അപഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരന്തരമായ വാർത്തകൾ നേരത്തെ ഛത്തീസ്ഗഡിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ നയപരമായ തീരുമാനങ്ങൾ, ഒന്ന് ഈ അക്രമികളെ, അവരെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നതിന് പ്രേരിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴിയും, ഒപ്പം ഇത്തരത്തിൽ ആ പദ്ധതിയിലൂടെ മുൻപോട്ട് വരാതെ വീണ്ടും ആയുധമെടുക്കുന്നവർക്കെതിരെ തിരിച്ച് കടുത്ത ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടുമാണ് ഛത്തീസ്ഗഡിൽ ചുവപ്പൻ ഭീകരതയെ ഒരു പരിധിവരെ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ നിലവിൽ സാധിച്ചിട്ടുള്ളത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടത്തിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള നടപടികൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ ഇന്നലത്തെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുക്മ കൂടാതെ നാരായൺപൂർ ജില്ലകളിലെ വനമേഖലകളിൽ, മാവോയിസ്റ്റ് മേഖലകളിൽ എല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുന്നുണ്ട്. 2 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ ഛത്തീസ്ഗഡിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്തായാലും എല്ലാ ലോകരാജ്യങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഈ 21ാം നൂറ്റാണ്ടിൽ എല്ലാ ലോകരാജ്യങ്ങളും മനുഷ്യരാശി തന്നെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും, 2 ഭീകരാക്രമണങ്ങൾ അഥവാ ഭീകര സാന്നിധ്യവുമാണ്. എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്ന് ഈ തെരച്ചിലിന് ഒടുവിൽ ഇവരെ പിടികൂടിയ ഒരു വാർത്ത, അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ നൽകിയ ഒരു വാർത്ത ഇന്ന് കിട്ടും, ഇന്ന് പങ്കുവയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രകാരമുള്ള ഒരു പ്രതികരണങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട്.